നമ്മുടെ ഈ സൊസൈറ്റിയിലെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതികരിക്കാത്ത ഒരു കൂട്ടം ഭയപ്പെട്ട് നടക്കുന്ന അടിമകൾ. അതായത് ആണുമല്ല പെണ്ണുമല്ലാത്ത കുറെ ആൾക്കാർ. അവർക്ക് വേണ്ടത് മതം. ഓക്കെ, മതത്തിന് വേണ്ടിയൊക്കെ അവർ നല്ല ഒച്ച ഉയർത്തും. പക്ഷെ അവർക്ക് അറിയില്ല അവരെ ശരിക്കുള്ള പ്രശ്നത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് വിടുന്നതെന്ന്. അതായത് ഹിന്ദുക്കൾ, മുസ്ലിംസ്, ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞു വിടും. അതോടൊപ്പം LDF, UDF, BJP എന്ന് പറഞ്ഞു വിടും. അപ്പൊ അങ്ങനത്തെ വിഡ്ഢികൾക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുഞ്ഞുങ്ങളും അവരുടെ ശരീരവും എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് സുഖമാണ്. കാരണം ആ ഒരു അടിമകളെ ആ ഒരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് വിട്ടിരിക്കുകയാണ്. കാരണം ഈ ഒരു കുഞ്ഞിട്ടേക്കുന്ന ഈ ഒരു വസ്ത്രം പോലും കഴിഞ്ഞ ഒരു പഠനത്തിൽ 19 ലക്ഷം പിള്ളേർക്കാണ് ക്യാൻസർ വന്നത്. ഓക്കെ, അപ്പൊ ക്യാൻസർ എന്താന്ന് പറയുമ്പോൾ ഇവിടുത്തെ മന്ത്രി വന്നിട്ട് പറയുന്നത് വാക്സിൻ എടുക്കാൻ പറയും. ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തൊരു ഹാംഫുൾ ആയിട്ടുള്ള എക്സ്റ്റേണൽ സബ്സ്റ്റൻസ് പോയാലും അവിടെ ഒരു പഴുപ്പ് വന്ന പോലെ വരും. ആ ഒരു സംഭവമാണ് ക്യാൻസർ. അപ്പോൾ യാതൊരുവിധ കോമൺ സെൻസ് ഇല്ലാതെ മതഭ്രാന്ത് മാത്രം തലയിൽ വെച്ച് നടക്കുന്ന ഈ വിഡ്ഢികളെ കൊല്ലാൻ വേണ്ടി വളരെ എളുപ്പമാണ്. പക്ഷേ നമുക്കത് സഹിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ കാണുമ്പോൾ പ്രായമുള്ളവർ മരിച്ചു പോക്കും കാര്യമൊന്നും ഞങ്ങളെ സംബന്ധിക്കുന്ന കാര്യമല്ല. പക്ഷെ അവർ ഓറിയന്റ് ചെയ്തിരിക്കുന്നത് ഫ്യൂച്ചർ ജനറേഷനാണ്, അത് ഭാവി തലമുറയാണ്. ഓക്കെ, അതായത് ഈ പറയുന്ന വായുവിൽ വിഷം കലർത്തുന്നു, അതോടൊപ്പം തന്നെ ഭക്ഷണത്തിൽ വിഷം കലർത്തുന്നു, കുടിക്കുന്ന വെള്ളത്തിൽ വിഷം കലർത്തുന്നു. പക്ഷെ ഇതൊന്നും തിരിച്ചറിയാതെ മതഭ്രാന്ത് പിടിച്ചവർ നടക്കുന്നു അല്ലെ പേരൻസ്. അപ്പോ ഇതെല്ലാം ഞങ്ങൾക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതോടൊപ്പം ഇപ്പൊ നമ്മുടെ സെൻട്രൽ മിനിസ്റ്റർ പറഞ്ഞു 22,000 അക്കൗണ്ടിൽ 20 ലക്ഷം പെട്ടെന്ന് കിട്ടും. അപ്പൊ ഇതൊന്നും ചിന്തിക്കുന്നില്ല. നിങ്ങളുടെ അക്കൗണ്ടിലെ പണം പോലും ഇപ്പൊ നിങ്ങളുടെ കയ്യിലില്ല. ഓക്കെ, വിയറ്റ്നാം, നേപ്പാൾ, ഇവിടെ എല്ലാം ഇന്റർനെറ്റ് എല്ലാം കട്ട് ചെയ്തു. അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാൻ, ഇവിടെ എല്ലാം ഇന്റർനെറ്റ് കട്ട് ചെയ്തു. ഇതുപോലെ ഇന്റർനെറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഓക്കെ, ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇന്റർനെറ്റ് കട്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് നിങ്ങൾക്ക് അതിനൊരു മറുപടി കിട്ടണം. മറുപടി കിട്ടാത്ത കാര്യങ്ങളെല്ലാം ട്രാപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മളൊരു കെണിയിൽ പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അത് തന്നെയാണ് ബാങ്കറസി. അപ്പോഴും നമ്മുടെ മന്ത്രിമാരും നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന വിഡ്ഢികളായിട്ടുള്ള ആൾക്കാരെല്ലാം പിന്നെയും വിഡ്ഢിത്തരങ്ങൾ പറയുന്നു. മീഡിയ വഴി ഒരുപാട് വിഡ്ഢിത്തരങ്ങളായിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് വേണ്ടി വിൽപ്പിക്കുന്നു. ഇതെല്ലാം വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം നമ്മുടെ കുഞ്ഞിന്റെ ഭാവി, കുഞ്ഞിന്റെ തലമുറ ഇതെല്ലാം നശിപ്പിക്കും. കാരണം അവർ മാറ്റുന്നത് DNA RNA വ്യത്യാസമാണ്. അവരുടെ ഉള്ളിൽ ആ ഒരു ഓട്ടിസം വളർത്താനുള്ള കാപ്പബിലിറ്റിയാണ് ഇവിടെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ബ്രെയിൻ വളർച്ച ഉണ്ടാവില്ല. നമ്മുടെ ബ്രെയിന് റീവയറിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ ഇന്റലിജന്റ് ആവണം. അതായത് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഇപ്പോഴും എന്നെ ബാബുവിന്റെ ക്ലാസ്സിൽ ഇരുന്നപ്പോൾ എല്ലാവർക്കും കന്നഡ, കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും കന്നഡ, ഇപ്പൊ എന്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും കന്നഡ. ഇതൊന്നും ആരും തിരിച്ചറിയുന്നില്ല. ഓക്കെ, അതായത് സ്വന്തം ശരീരം എന്താണെന്ന് അവർക്ക് അറിയാത്തതുകൊണ്ട് ആ ശരീരം നശിപ്പിക്കാൻ വന്നവരെ അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. എല്ലാവരും ആ ഒരു ഫോണിൽ ഇങ്ങനെ കിടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിന്റെയൊക്കെ എല്ലാം എൻഡ് 2030 ഓക്കെ, ഒരിക്കലും കുറെ ദൂരത്തിന് ശേഷമല്ല, 2030 ഇതിന്റെ എല്ലാം എൻഡ്. അതോടൊപ്പം ബാഹുവിന്റെ ക്ലാസ് ചെന്നപ്പോൾ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചർ ഞാൻ അന്ന് പഠിച്ചു 25 വർഷം മുമ്പ് ഞാൻ പഠിപ്പിച്ച ടീച്ചർ തന്നെ അവൻ ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. അതായത് ഇവിടെ AI വന്ന് ഇവിടെ ഡോക്ടർമാർ റീപ്ലേസ് ആയ ചൈനയിൽ, ഇവിടെ എഞ്ചിനീയേഴ്സ് റീപ്ലേസ് ആയി. പക്ഷെ ഇന്ത്യ ഇപ്പോഴും ആ ഒരു പഴയ കാക്കാ പൂച്ച എന്നുള്ള കാര്യം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം എന്താണ്? ഇതെല്ലാം മാറ്റേണ്ട സമയം. അതോടൊപ്പം തന്നെ മൂത്രത്തിന്റെയൊക്കെ മണം, ജയിൽ പോലത്തെ ഒരു സാഹചര്യം, കഴിക്കുന്ന ഭക്ഷണവും വിഷം. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഉടുക്കുന്ന വസ്ത്രത്തിൽ വിഷം, ഇതെല്ലാം ഒരിക്കലും നമുക്ക് വെറുതെ വിട്ടുകളയാൻ പറ്റില്ല. അതുകൊണ്ടാണ് റിലാക്സ് ഫോർസ് പറഞ്ഞത് ഉടനെ എന്ന് വെച്ചാൽ വളരെ ഉടനെ എല്ലാം പൊളിച്ചെഴുതുന്നതാണ്.